ഹലോ. ഹലോ. ഇത് ലിയാഖത്തല്ലേ അല്ലേ? അതെ. ഒരു ചെറിയ ഞാൻ നേരത്തെ ചില കാര്യത്തൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഒരു ചെറിയ ആ കാര്യം ചോദിക്കാനായിരുന്നു. ആ ഇന്നലെയാണോ മെനഞ്ഞാന്നാണോ എനിക്ക് ഓർമ്മയില്ല. ആ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ ഫുൾ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും പൊതുവെ എനിക്ക് യോജിപ്പാണ്. ആ പക്ഷെ ഒരു ആരിഫ് കട്ട് ചെയ്തിട്ട സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണോ ചോദിക്കണേ? ഐ മീൻ ഇറ്റ്സ് ആക്ച്വലി അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അല്ലല്ല, ആരിഫ് കട്ട് ചെയ്തിട്ട സ്റ്റേറ്റ്മെന്റിനുമായിട്ട് ബന്ധപ്പെടുത്തിയെന്നാണ് ചോദിക്കുന്നത്. അല്ലല്ല, ഞാൻ പറയൂ. പറയുന്നത് അതേ കോളിൽ തന്നെയുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ്. പക്ഷെ അത് പുള്ളി കട്ട് ചെയ്തിട്ടോ ഞാൻ അങ്ങനെ കണ്ടില്ല. ആക്ച്വലി ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിലേ ഉള്ളൂ എനിക്ക് കറക്റ്റ് അല്ലാന്ന് തോന്നിയത്. ആ, എന്നുവെച്ചാൽ അത് ആരിഫിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ ആ. നേരത്തെ പല പ്രാവശ്യം പുള്ളി പറയുന്നത് കേട്ടിട്ടുള്ളതാണ്. അത് ഈ എവ്രി മുസ്ലിം ഇസ് എ പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറയുന്ന ഒരു ഒരു മിനിറ്റ്, സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്തേ? അത് എല്ലാത്തിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. പറയൂ, എന്താ പറഞ്ഞേ? ഇനി നിങ്ങൾ പറയൂ. അതായത് എവ്രി മുസ്ലിം ഇസ് എ പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അതിനെ നിങ്ങൾ ഖണ്ഡിച്ച് സംസാരിച്ചല്ലോ. ആ അപ്പൊ അത് എനിക്ക് തോന്നുന്നത് ഒരു ആക്യുറേറ്റ് ഇതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അതിന്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്നത് ഒരു പൊട്ടൻഷ്യൽ ജിഹാദി എന്നാണ്. അതായത് ആരാണ് ബേസിക്കലി വി നീഡ് ടു ഡിഫൈൻ ഏത് ഹിന്ദുവും ഒരു പൊട്ടൻഷ്യൽ ജിഹാദി അല്ലേ? എല്ലാ മനുഷ്യനും ഒരു പൊട്ടൻഷ്യൽ ജിഹാദി അല്ലേ? നമുക്കതിലേക്ക് വരാം. ഞാൻ അതും ആ വീഡിയോയിൽ സംസാരിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മൾ ആരെയാണ് മുസ്ലിം എന്ന് പറയുന്നതെന്നും അതുപോലെ ആരെയാണ് ജിഹാദി എന്ന് പറയുന്നതെന്നും ഒന്ന് ഡിഫൈൻ ചെയ്യണം ആദ്യം. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഒരു മിനിറ്റ്, നിങ്ങൾ പറയുന്നത് ഒരാള് മതത്തിനെ യഥാർത്ഥ സത്തയിൽ ഉൾക്കൊള്ളാൻ ശ്രമിച്ചാൽ അയാൾ ജിഹാദി ആവാൻ സാധ്യതയുണ്ട്, അതല്ലേ പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറയുന്നത്? അത് ഏത് മതമാണെന്നുള്ള അനുസരിച്ചിരിക്കും. അല്ല, ഞാൻ പറയുന്നത് ഇസ്ലാമുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണല്ലോ ജിഹാദ് എന്നുള്ള വാക്ക്. ഞാൻ ചോദിക്കുന്നത് ഏത് മനുഷ്യനും പൊട്ടൻഷ്യൽ ജിഹാദി അല്ലേ അങ്ങനെയാണെങ്കിൽ? അങ്ങനെ ഇങ്ങനെ ഒരു ഫിലോസഫിയോട് എൻഡോഴ്സ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെയാണ്. അതിന്റെ പൊട്ടൻഷ്യൽ ജിഹാദിയാണ്. ഇപ്പൊ നമ്മൾ അവിടുന്ന് ISIS-ലേക്ക് പോയ ആൾക്കാർ, എല്ലാ മുസ്ലിമും ഏതൊരു മുസ്ലിമും പൊട്ടൻഷ്യൽ ജിഹാദിയാണ് എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുള്ള ഒരു മുസ്ലിം വെറുപ്പ് സൃഷ്ടിക്കുക, മുസ്ലിങ്ങൾക്കെതിരെ സംശയം ജനിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം നടത്തുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പൊ ഞാൻ പറയാം, കേരളത്തിൽ നിന്ന് IS-ലേക്ക് പോയ ആളുകളിൽ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്ത് പോയ ആളുകളാണ് കൂടുതൽ, അല്ലേ? അപ്പൊ ഏതൊരു മനുഷ്യനും പൊട്ടൻഷ്യൽ ജിഹാദിയാണ്. തീർച്ചയായിട്ടും അത് കറക്റ്റ് ആണ്. ഞാൻ യോജിക്കുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഏതൊരു മുസ്ലിമും പൊട്ടൻഷ്യൽ ജിഹാദിയാണെന്ന് പറയുമ്പോൾ, അത് സെപ്പറേറ്റ് എടുത്ത് പറയുമ്പോൾ അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു മുസ്ലിം വെറുപ്പിന്റെ എലമെന്റ്, അതിന്റെ ഒരു പ്രൊപ്പഗാൻഡ എലമെന്റ് ഉണ്ട്. തീർച്ചയായിട്ടും അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. അതായത് അതിന് രണ്ട് വശമുണ്ട്. ഇങ്ങനെയാണ് അതിനെ കാണുന്നത്. ഞാൻ പറയാറുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, ഏതൊരു മുസ്ലിമും ഇസ്ലാം പഠിച്ചു കഴിഞ്ഞാൽ, ഇസ്ലാം അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ ഒരാൾ ശ്രമിച്ച് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ അയാളുടെ മുമ്പിൽ രണ്ട് വഴികൾ ഓപ്പൺ ആയി വരും. ഒന്നിൽ എക്സ്ട്രീം ഇസ്ലാമിലേക്കുള്ള വഴി, അതല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തോട്ടുള്ള വഴി. ഇത് തന്നെയാണ് ആ സ്റ്റേറ്റ്മെന്റ്. അതല്ല, അത് നമ്മൾ ഈ ഐഡിയോളജിയുടെയും ഈ പുസ്തകത്തിന്റെ അപകടത്തെയാണ് സൂചിപ്പിക്കുന്നത്. അത് തന്നെയാണ് ഈ സ്റ്റേറ്റ്മെന്റും. അല്ല, ഞാനിപ്പം ലിയാഖത്ത് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഒന്നുകൂടി, അതിന്റെ രണ്ട് കാര്യങ്ങളാണ്. അതായത് നമ്മൾ ആരെയാണ് മുസ്ലിം എന്ന് പറയുന്നതും കൂടി ആലോചിക്കണം. ആരെയാണ് മുസ്ലിം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. മുസ്ലിം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഐഡന്റിറ്റിയാണ്. നമ്മളെ നാട്ടിൽ പറയുമ്പോൾ ഇസ്ലാം പൂർണ്ണമായിട്ട് അംഗീകരിച്ച് ജീവിക്കുന്നവർ, മതം പറയുന്നത് എന്തോ അത് അതുപോലെ അനുസരിച്ച് ജീവിക്കുന്നവർ മാത്രമല്ല മുസ്ലിങ്ങൾ. അത് ഒരു തരത്തിൽ ശരിയാണ്. അതായത് ഒരു കൂട്ടത്തിന്റെ ഒരു കൂട്ടായ്മയുടെ കൂടെ പേരാണ് മുസ്ലിം. അത് ശരിയാണ്, അതും ശരിയാണ്, അതും ഞാൻ പൂർണ്ണമായിട്ട്. അതുകൊണ്ടാണ് ഓരോ മുസ്ലിം പൊട്ടൻഷ്യൽ ജിഹാദിയാണെന്ന് നമ്മൾ കണ്ടം ചെയ്യുന്നത്. അത് ശരിയാണ്. അതിനാ ഞാൻ പറഞ്ഞ രണ്ട് കാര്യം പറയണം. അതായത് ഈ ഐഡിയോളജിയോട് ഓൾറെഡി എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെന്നുള്ള രീതിയിലാണ് അത് കൂടുതൽ പ്രശ്നമാകുന്നത് സോഷ്യോളജിക്കലി. പക്ഷെ അതുപോലെ തന്നെ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് രണ്ടെണ്ണം ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ അത് കൂടുതൽ പ്രശ്നമാണെന്ന് പറയുന്നത്. അതേസമയം രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് ലിയാഖത്ത് പറഞ്ഞ രീതിയിൽ എക്സാക്ട്ലി അതിനൊരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്. ആ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ നമ്മൾ പറയരുതാത്തതെന്ന് ഞാനും വിചാരിക്കുന്ന കാര്യമാണത്. അതിനെക്കുറിച്ചാണ് നമ്മൾ അഭിപ്രായം. അത് തീർച്ചയായിട്ടും അതിനെനിക്ക് അഭിപ്രായമുണ്ട്. പക്ഷെ അതുകൊണ്ട് മറ്റേ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത്, ഇപ്പൊ ആ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിലുള്ള അപകടകരമായ സ്റ്റേറ്റ്മെന്റ് ഒരു സംഘ് പരിവാറിന്റെ പ്രൊപ്പഗാൻഡ ചെയ്യുന്ന ഒരാൾ പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും. പക്ഷെ അങ്ങനെയാണെങ്കിൽ അത് ഡേഞ്ചറസ് ആണ്. പക്ഷെ അവരത് പറയുന്നതിന്, അവരത് അങ്ങനെ ചെയ്യാൻ നിയോഗിക്കപ്പെട്ട
അവരുടെ പൊളിറ്റിക്കൽ അജണ്ടയാണെന്നുള്ളതുകൊണ്ട് നമ്മൾ അവരതങ്ങനെ പറയുമെന്ന് നമുക്ക് ഊഹിക്കാം. പക്ഷേ അത് ഒരു സ്വതന്ത്ര ചിന്തകൻ അതേ പ്രചാരണത്തിന്റെ വക്താവാകുന്നത് അപകടകരമാണ്. അതിന് കുറച്ചുകൂടി അപകടമുണ്ട്. അതൊരു ലേബലിന്റെ പ്രശ്നമല്ലേ ഉള്ളൂ. അത് നമ്മൾ സ്വന്തം ലേബൽ ചെയ്യുന്നതിന്റെ പ്രശ്നമല്ലേ ഉള്ളൂ. അല്ല, ലേബലിന്റെ പ്രശ്നമല്ല. അപ്പൊ ഞാൻ പറയട്ടെ, കാണുന്നവർക്ക് കേൾക്കുന്നവർക്ക് ഇതെല്ലാം മനസ്സിലാവുമല്ലോ. അല്ല, അതാ പറഞ്ഞത്. നമുക്ക് ഒരു വിഷയത്തിൽ ഇപ്പൊ ആ സ്റ്റേറ്റ്മെന്റിനെ ഞാനിപ്പോ ഇസ്ലാം മതത്തെയും മതവിമർശനത്തെയും ഒക്കെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആംഗിളിലാണ് കാണുന്നത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് പൊളിറ്റിക്കൽ അതെ. അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആ സ്റ്റേറ്റ്മെന്റിൽ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള അപാകതയുണ്ട് എന്ന് പറയുമ്പോൾ അതിനെയാണ് ഞാൻ വിമർശിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് നള്ളിഫൈ ആവുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്. ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് വെക്കാം. ഞാൻ പറയുന്നത് അതിന്റെ ഒരു ഇൻഅപ്രോപ്രിയേറ്റ് അത് പറയുന്നതിന്റെ പ്രത്യേകിച്ച് ഒരു പബ്ലിക് ഫോറത്തിൽ പറയുന്നതിന്റെ ഇൻഅപ്രോപ്രിയേറ്റ്നെസ് ഞാൻ സമ്മതിച്ചു. അതിന് ഞാനും പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് പറയുമ്പോൾ നമ്മളൊരു എന്തൊരു ഉദ്ദേശ ലക്ഷ്യത്തിലാണോ മതവിമർശനം നടത്തുന്നത് അതിനെ അത് നെഗേറ്റ് ചെയ്യും. അതിലേക്കത്തെ അത് ചിലപ്പോൾ ഒരു അറിവില്ലായ്മ ആയിരിക്കും. അതായത് ഒരു ഉത്തരവാദിത്വ ബോധം ഇല്ലായ്മയാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറയും. ഉത്തരവാദിത്വ ബോധമില്ലായ്മയും രാഷ്ട്രീയ ബോധമില്ലായ്മയും രാഷ്ട്രീയം ഉണ്ട് കേട്ടോ. പക്ഷെ ശരി, ഉത്തരവാദിത്വ ബോധമില്ലായ്മ എന്ന് സമ്മതിച്ചാൽ ഉത്തരവാദിത്വ ബോധം എന്ന് പറയുന്നത് ഒരു പൊതുപ്രവർത്തനത്തിന് അവിഭാജ്യമായിട്ടുള്ള ഘടകമല്ലേ? ഞാൻ തീർച്ചയായിട്ടും ഞാൻ സമ്മതിക്കാം. അതിൽ ഞാൻ ഒരു വിമർശനം ഉന്നയിക്കുമ്പോ അതിനുള്ള മറുപടി ഞാൻ ജിഹാദിയാണെന്ന് സംഘടിപ്പിക്കലല്ലോ. അതൊക്കെ ഞാൻ സമ്മതിച്ചു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആ പറഞ്ഞതിനകത്ത് ആകെ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഇനാക്യുറസി ഉള്ളതായിട്ട് തോന്നിയുള്ളൂ. അതുകൊണ്ടാണ് ഇനാക്യുറസി നിങ്ങളുടെ വ്യൂ പോയിന്റ് അനുസരിച്ച് നമുക്ക് ഇനാക്യുറേറ്റ് ആയിട്ടും അക്യുറേറ്റ് ആയിട്ടും ഒക്കെ തോന്നും. അത് നമുക്ക് എല്ലാ ആളുകൾക്കും സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവില്ലേ? ഓരോ ആളുകളുടെ അഭിപ്രായത്തിന് അയാളുടെ ആ ബോധ്യത്തിലേക്ക് അയാളെ നയിക്കുന്ന ഒരു കാരണം ഉണ്ടാവും. അതായത് ലിയാഖത്ത് പറയുന്നത് ഇത് പറയരുതായിരുന്നു എന്നാണെങ്കിൽ ഞാൻ സമ്മതിക്കും. അത് പറയുന്നത് തെറ്റാണെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അത് പറയുന്ന ആ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല. ആ അഭിപ്രായം പറയുന്നത് പൊളിറ്റിക്കലായിട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്നാണ് എന്റെ നിലപാട്. എന്റെ വ്യൂ ആണ്. അതെനിക്ക് മനസ്സിലായി. പക്ഷെ അവിടുത്തെ കീ വേർഡ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ആണ്. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആരെയും പറയാമെന്ന്. അത് ഞാൻ സമ്മതിച്ചല്ലോ. ആരെയും പറയാമെന്നിരിക്കെ ഒരു മിനിറ്റ്, പൊട്ടൻഷ്യൽ ആയിട്ട് നമുക്ക് ആരെയും പറയാമെന്നിരിക്കെ നമ്മളൊരു ഒരു വിഭാഗത്തിന്റെ പേര് അവിടെ എടുത്തു പറയുമ്പോൾ ആ വിഭാഗത്തെയാണ് അപ്പോ അവിടെ സ്ട്രെസ് ചെയ്യുന്നത്. മനസ്സിലായോ? എന്റെ വിമർശനം അത്ര തന്നെ ഉള്ളൂ. അത് സൂക്ഷ്മാർത്ഥത്തിൽ അത് ശരിയല്ല. അതാണ് എന്റെ അഭിപ്രായം. അതെ, ഞാൻ ലേഖത്തിനോട് പേഴ്സണലി, അതായത് നിങ്ങൾ പറയുന്ന വീഡിയോ ഒക്കെ ഒരു 1.5 വർഷമായിട്ട് കേൾക്കുന്ന ആളാണ് ഞാൻ ഒരു മുസ്ലിം ഡോമിനേറ്റഡ് സ്ഥലത്ത് ജീവിക്കുന്ന ആളാണ്. അപ്പോ എന്നെ ഒരുപാട് പേഴ്സണലി ബാധിച്ചിട്ടുണ്ട് ഇത് ഈ കഴിഞ്ഞ 1.5 വർഷം. എന്നെയും ബാധിച്ചിട്ടുണ്ട്, നിങ്ങളെയും ബാധിക്കും, എല്ലാവരെയും ബാധിക്കും. ഇത് എല്ലാ തരം മതവർഗീയതയും നമ്മളെ രാജ്യത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രാഷ്ട്രീയത്തെ മതം ഗ്രസിച്ചിട്ടുണ്ട്. ആ മതത്തിൽ തന്നെ അവരുടെ പൊളിറ്റിക്സിന് വേണ്ടി ഈ മതത്തെ ശരിയായ രീതിയിൽ അതിന്റെ എല്ലാ എക്സ്ട്രീം ലെവലിലും ഉപയോഗിക്കാൻ മതസംഘടനകൾ, അതിലെ ചില വിഭാഗം ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. ഇത് നമ്മളുടെ രാജ്യത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഗതികേടാണ്, രാഷ്ട്രീയ ഗതികേട് എന്ന് അതിന് പറയാം. അത് നമ്മൾ ഇപ്പൊ നോക്കൂ, നിങ്ങൾ ഇപ്പോ മോഹൻ ഭാഗവത് നടത്തിയ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ചയിൽ റിപ്പോർട്ട് ചെയ്ത് വന്നത് അയോധ്യ എന്ന് പറയുന്ന അതേ മെത്തേഡ് നമുക്ക് കാശിയിലും മധുരയിലും ആ വഴി സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ്. അത് പക്ഷെ പുള്ളിയുടെ യൂട്ടേൺ ആണല്ലോ, ഞാൻ കേട്ടിട്ടില്ല. അതാ ഞാൻ പറയാം, അത് ഇപ്പൊ റിപ്പോർട്ട് ചെയ്ത് വന്നതാണ്. ഇത് യൂട്ടേൺ ആണ്. കാരണം അവരുടെ ഇതിനിടയിൽ ഞാൻ പറയാം, തിരിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന്, രണ്ടാമത് ഇത് മാത്രമല്ലെന്ന്, അടൽ ബിഹാരി വാജ്പേയി ആ സമയത്ത് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ രാജിവെച്ച് മാറി നിൽക്കുന്ന ഒരവസ്ഥയും കൂടി ഉണ്ടായി. ഈ ബാബരി മസ്ജിദ് തകർത്തപ്പോ അല്ലെ, ബാബരി മസ്ജിദ് തകർത്തതിനെ അടൽ ബിഹാരി വാജ്പേയി അംഗീകരിച്ചിരുന്നില്ല. അക്രമത്തിലൂടെ അത് കയ്യേറി തകർക്കുന്നത് അല്ലെ. അപ്പൊ അതേ സമയത്ത് ഇപ്പം രാഷ്ട്രീയമായിട്ടൊരു പിന്നോട്ടടിയോ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി പോലെയോ അല്ലെങ്കിൽ രാഹുലിന്റെ ഒരു പ്രതിരോധമൊക്കെ വരുന്ന സമയത്ത് അതിനെ മറികടക്കാൻ വീണ്ടും ഇവർ യൂട്ടേൺ എടുത്തു, ഇവരൊക്കെ വല്ലാതെ മാറി എന്ന് നമ്മൾ വിചാരിച്ചിടത്തു നിന്ന് ഇവർ തിരിച്ച് പഴയ ആ 92-ന് മുമ്പുള്ള വർഗീയത ഉറക്കെ പറയാനും മുസ്ലിം ആരാധനാലയങ്ങളെ ലക്ഷ്യമിടുന്നു എന്ന് ആഹ്വാനം ചെയ്യാനും ഇവർ ശ്രമിക്കുമ്പോൾ അത് ഭീകരമായ അപകടമാണ്. മനസ്സിലായി? അപ്പൊ ഇത് ഒരെണ്ണം സംഘപരിവാറിനെ ഇസ്ലാമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സംഘപരിവാർ
അടിപൊളിയാണ് എന്ന് പറയുന്ന നിലപാടിന് നമ്മളിത് ഏത് കോണ്ടെക്സ്റ്റിൽ, എവിടെ, ഏത് ഭൂപ്രകൃതിയിൽ, ഏത് പൊളിറ്റിക്കൽ ഭൂമികയിൽ നിന്നിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെന്നും കൂടി വളരെ പ്രധാനമാണ്. അതില് നിങ്ങളുടെ പൊളിറ്റിക്സ് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം, അത് ഞാൻ നേരത്തെ പറഞ്ഞത് പൊളിറ്റിക്സ് എന്റെ എല്ലാ എന്റെ സംസാരത്തിൽ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. അതിലിപ്പോ അതുമായിട്ട് ഞാൻ നടത്തുന്ന മതവിമർശനത്തെ കൂട്ടിക്കുഴക്കേണ്ട ഒരു കാര്യമില്ല. ഒന്ന് എന്റെ പൊളിറ്റിക്കൽ നിലപാടാണ്, ഒന്ന് എന്റെ ഐഡിയോളജിക്കൽ ആയിട്ടുള്ള നിലപാടാണ്. അതൊരു അറിവില്ലായ്മയായിരിക്കാം. അതായത് നിങ്ങൾ പറയുന്ന ക്ലാരിറ്റി പക്ഷെ അവർക്ക് ഉണ്ടാവത്തില്ല. മനസ്സിലായോ? നിങ്ങൾ മനസ്സിലാക്കുന്ന ക്ലാരിറ്റി നമ്മൾ ശരിക്കും നമുക്കുള്ള ക്ലാരിറ്റി നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ വാക്കുകളിൽ അതേ രീതിയിൽ കിട്ടത്തില്ലായിരിക്കാം. അതെ, ബേസിക്കലി എനിക്ക് വേറൊരു കാര്യത്തോടും എതിരഭിപ്രായം ഉണ്ടായിരുന്നു. അത് പക്ഷെ നിങ്ങൾ പിന്നീട് ഒരു വീഡിയോ കറക്റ്റ് ചെയ്തതായിട്ട് ഞാൻ കണ്ടു. അതായത് പറഞ്ഞപ്പോൾ തെറ്റ്, ഏതോ ഒരു ഇന്റർവ്യൂവിൽ നിങ്ങൾ പറഞ്ഞതിന്റെ എന്തോ ഒരു കാര്യം അത് പറഞ്ഞപ്പോൾ നിങ്ങൾ അത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ചെയ്തപ്പോൾ 2019 ഉണ്ടായി എന്ന ഒരു സംഭവത്തെ ഞാൻ ഓർത്തെടുത്ത് പറഞ്ഞതാണ്. മനസ്സിലായോ? അന്ന് ഞാൻ നടത്തിയ ഒരു പരാമർശം, അന്നത്തെ ആ അവസ്ഥ, അത് എന്റെ പുതിയൊരു ഭാവമാറ്റമായിട്ടും അത് എന്റെ ഒരു യൂട്ടേൺ ആയിട്ടും ഒരു സ്വതന്ത്ര ചിന്തകൻ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ അത് തെറ്റാണ്. അത് ബേസിക്കലി നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉള്ള സാധ്യത ഉണ്ടെങ്കിൽ, ഈ പറയുന്ന ആള് ഭയങ്കരമായിട്ടുള്ള സാമൂഹ്യ ബോധമാണെങ്കിൽ അത് പിന്നെ എന്നെ വിളിച്ച് ചോദിക്കാലോ, ഇങ്ങനെ സ്റ്റേറ്റ്മെന്റിൽ എന്തോ എറർ ഉണ്ടോ, അത് മനഃപൂർവ്വം പറഞ്ഞാണോ, അല്ലെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കാലോ. അപ്പൊ അത് ഒരു സ്വാഭാവികമായിട്ടുള്ള അപ്പൊ നമുക്കിത് പിന്നെ ദുരുദ്ദേശത്തോടു കൂടി പ്രചരിപ്പിക്കുന്നവരെയും സത്യസന്ധമായിട്ട് തെറ്റിദ്ധരിക്കുന്നവരെയൊക്കെ കണ്ടാൽ തിരിച്ചറിയുമല്ലോ. എല്ലാരും അറിയും. പബ്ലിക് ഡൊമൈനിലാണല്ലോ, കേൾക്കുന്നവർക്കെല്ലാം മനസ്സിലാവും. പക്ഷെ ഞാൻ നേരത്തെ ഉദ്ദേശിച്ച എന്റെ ഒരു ട്രോമ എന്ന് പറയുന്നത്, ബേസിക്കലി ഞാൻ മുസ്ലിം ഡോമിനേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തുള്ള ഒരു അമുസ്ലിമാണ്. അപ്പൊ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ എന്റെ എല്ലാ 1ാം ക്ലാസ് മുതൽ ജനിച്ചു വളർന്ന സുഹൃത്തുക്കളെല്ലാം നമ്മള് സ്വാഭാവികമായിട്ടും മുസ്ലിംസ് ആണല്ലോ. ഞാനൊരു മുസ്ലിം സ്കൂളിലാണ് പഠിച്ചത്. അപ്പം പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് വളരെ ആത്മാർത്ഥ സുഹൃത്തുക്കളുണ്ട്. അവരെല്ലാവരും സ്ഥിരമായിട്ട് 5 നേരം പള്ളിയിൽ പോകുന്ന ആൾക്കാരാണ്. അപ്പം നമുക്ക് നിങ്ങളൊക്കെ കാരണം ഉണ്ടായ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഈ ഐഡിയോളജിയെ കുറിച്ച് മനസ്സിലാക്കിയപ്പം ഇതൊരു വലിയ ഒരു ബോട്ടിൽ നെക്കാണ് നമ്മുടെ റിലേഷൻഷിപ്പിൽ. ഇതില്ലായിരുന്നെങ്കിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആക്ച്വലി. ഇതിനെ നമ്മൾ വേറെ രീതിയിലാണ്. അതായത് ഞാൻ മനസ്സിലാക്കുന്നത്, എന്റെ അനുഭവത്തിൽ ഞാൻ പറയാം. ആദ്യകാലങ്ങളില് മുസ്ലിങ്ങൾ ആണ് പ്രശ്നം. അത് ഇപ്പൊ സംഘപരിവാർ ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു വാദഗതി, ഇവിടുത്തെ സംഘപരിവാർ നരേഷൻ ഏറ്റുപിടിക്കുന്ന എക്സ് മുസ്ലിങ്ങളുടെ വാദമല്ല RSSനുള്ളത്. എനിക്കറിയാവുന്നത്, എനിക്ക് പേഴ്സണൽ ആയിട്ട് അറിയാവുന്നത്. അതായത് മുസ്ലിങ്ങളെല്ലാം അപകടകാരികളാണ് എന്ന നിലപാടല്ല, ഇസ്ലാം ഭയങ്കര പ്രശ്നമാണ് എന്ന രീതിയിലല്ല സംഘപരിവാർ അവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജിയിൽ ഇത് പറയുന്നത്. അവർ പറയുന്നത്, ഈ മതത്തിൽ തീവ്രവാദ പ്രവർത്തനം നടന്ന കുറച്ച് പേരുണ്ട്, മനുഷ്യർ, അവർ അപകടകാരികളാണ് എന്നാണ് സംഘപരിവാറിന്റെ നാദം. ഞാൻ ചോദിക്കുന്നത്, എക്സ് മുസ്ലിം ആയിട്ട് ഒരാൾക്ക് സംഘപരിവാർ അല്ലെങ്കിൽ BJP ഒരു ഒരു സീറ്റ് പോലും കൊടുക്കൂല. ആ ടെർമിനോളജി അവർ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ ഒരു ജയിക്കാൻ സാധ്യതയില്ലാത്ത സീറ്റ് കൊടുക്കും. മനസ്സിലായോ? അപ്പൊ ഇത് നമ്മളിവിടുത്തെ പിന്നെ രാഷ്ട്രീയ അധികാരത്തിൽ ആഗ്രഹമുള്ള, രാഷ്ട്രീയ സ്ഥാനങ്ങളിൽ അധികാരമുള്ള ഒരാളോട് സംഘപരിവാറിന്റെ ഭാഗത്തുനിന്ന് BJPയുടെ ഭാഗത്തുനിന്ന് പറഞ്ഞു എന്ന് അയാൾ പബ്ലിഷ് ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. എക്സ് മുസ്ലിങ്ങളെ, അപ്പൊ ഞാൻ പറയുന്നത്, ഈ എക്സ് മുസ്ലിങ്ങളെ BJP സംഘപരിവാർ സഹായിക്കുന്നു എന്ന് പറയുന്നതിന് അവരുടെ സംഘപരിവാറിലെ ഒരു എലമെന്റ്, ആ എലമെന്റ് മുസ്ലിം വെറുപ്പ് അവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ, രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന രീതിയിൽ അതിനെ ഉപയോഗിക്കുന്നുണ്ട്, ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് സംഘപരിവാറിന്റെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള അവരുടെ നിലപാട്, ഇപ്പം മുസ്ലിം പ്രീണനം എന്ന തരത്തിൽ വ്യാഖ്യാനിക്കാവുന്ന പ്രസംഗം നടത്തുന്ന മോദിയുടെ വീഡിയോ എന്റെ കയ്യിലുണ്ട്. നമുക്ക് ഇതിനെ കുറിച്ച് ഒരു ബോധം വേണം. അപ്പൊ അതാണ് എന്റെ പ്രശ്നം. ഞാൻ നരേന്ദ്രമോദി, ഞാൻ പേഴ്സണലി ചോദിച്ച കാര്യത്തിന് ഉത്തരം പറഞ്ഞില്ല. അതായത് എന്റെ ഒരു ട്രോമയുടെ ഒരു സിറ്റുവേഷൻ പറഞ്ഞു, നമ്മൾ അത് എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് അപ്പൊ ഞാൻ അതിലേക്ക് പറഞ്ഞു വന്നത്, അപ്പൊ ഇത് അവരെ സംബന്ധിച്ച് അത് പൊളിറ്റിക്കൽ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പം മുസ്ലിങ്ങൾ അപകടകാരികളാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോ മുസ്ലിം സുഹൃത്തുക്കളോട് സ്വാഭാവികമായിട്ട് സംശയം വരും. ഇവരെ നമ്മളെങ്ങനെ വിശ്വസിക്കും, ഇവരുടെ ബുക്കിൽ ഇങ്ങനെ അത് ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഫേസ് ചെയ്യുന്നതാണ്. അത് ഞാനിത് ചോദിച്ചത്, ഇപ്പൊ ഈ കോൾ ചെയ്ത് ചോദിച്ചതെന്ന് പറഞ്ഞാൽ, അഥവാ ഇത് എല്ലാവർക്കും പ്രയോജനം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇഫ് യു ക്യാൻ സജസ്റ്റ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്. അതിൽ എന്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞത്, ഈ രീതിയിൽ മുസ്ലിം വെറുപ്പ് മാത്രം ഉണ്ടായിരുന്ന, മുസ്ലിങ്ങളെ വെറുപ്പോടെ കണ്ടിരുന്ന ആളുകളിൽ ഇസ്ലാമാണ് പ്രശ്നം, ഈ ഐഡിയോളജിക്ക് പ്രശ്നമുണ്ട്, പക്ഷെ എല്ലാ മുസ്ലിങ്ങളും ഈ ഐഡിയോളജി ഇതേപോലെ ഫോളോ ചെയ്യുന്നവരല്ല എന്ന ബോധത്തിൽ
മുസ്ലിങ്ങളോടുണ്ടായിരുന്ന ഭയം കുറഞ്ഞവരെയും മുസ്ലിങ്ങളുണ്ടായ വെറുപ്പ് മാറിയ സംഘപരിവാർ അനുകൂല സുഹൃത്തുക്കളെ എനിക്കറിയാം. അപ്പൊ ഇത് രണ്ടും നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് രണ്ട് തരത്തിലാണ്. ഒന്ന്, മനുഷ്യർ അത് മുസ്ലിം എന്നോ ഹിന്ദു എന്നോ വേർതിരിവ് അനുസരിച്ച് അങ്ങോട്ടോട് വെറുപ്പോടെയും സംശയത്തോടെയും കാണേണ്ടവരല്ല എന്നൊരു പൊതുബോധത്തിലേക്കാണ് നമ്മൾ മനുഷ്യരെ നയിക്കേണ്ടത്. അതിൽ ഈ വെറുപ്പ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ വക്താക്കളായിട്ട് നമ്മൾ മാറാൻ പാടില്ല. പകരം ഇല്ലില്ല, ഈ തീർച്ചയായിട്ടും അല്ല. ഐഡിയോളജിയിൽ ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഈ മതം ഇങ്ങനെ അന്ധമായിട്ട് ഫോളോ ചെയ്താൽ ഇന്ന അപകടങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മുസ്ലിങ്ങളെയും ബോധ്യപ്പെടുത്തണം. ഞാൻ പറയുന്നു, ഇപ്പൊ ഞാൻ ഇതൊക്കെ പറയുമ്പോഴും മുസ്ലിങ്ങൾ കുട്ടികളെ പ്രേമിക്കുന്നവർ ശ്രദ്ധിക്കണം എന്നിട്ട് ഞാൻ വീഡിയോ ചെയ്തു. അതിനെയും ഇതേ രീതിയിൽ വേറെ രീതി വ്യാഖ്യാനിച്ചു. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അതിൽ ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുകയും അത് ഒരു മുൻകരുതൽ എടുത്തുകൊണ്ട് അതിലേക്ക് സമീപിക്കുകയും ചെയ്യുമ്പോൾ സ്പർദ്ധകൾ ഒഴിവാക്കാനും വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും പറ്റും. അത് ശരിയാണ്. സ്പർദ്ധയല്ല ഇത്. അതായത് നമ്മൾ കാണുന്ന ഇത് ഒരു ഐഡിയോളജിയുടെ ഞാൻ എല്ലാവരെയും പ്രണയത്തിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് സിമ്പിൾ ആണ്. അതായത് മുസ്ലിം കുട്ടീനെ പ്രേമിക്കുമ്പോ ഈ എല്ലാ മുസ്ലിം ഹിന്ദു പ്രണയങ്ങളും ഗൗജിഹാദായിട്ട് ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. നമ്മൾ കോളേജിൽ പഠിച്ചവരും പ്രണയം കണ്ടവരും അനുഭവിച്ചവരായിട്ടുള്ള ആൾക്കാരെ നമുക്കറിയാം. ഒരാൾ പ്രണയം തോന്നുന്നത് മതം മാറ്റണമെന്ന ഉദ്ദേശത്തോടെ മാത്രമല്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാനൊന്നും പറ്റില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. ഇവരുടെ ഇന്റൻഷൻ എന്താന്ന് നമുക്ക് ഒരാളുടെ മനസ്സിൽ അയാൾ എന്ത് ഉദ്ദേശിച്ചു നമുക്ക് കൃത്യമായിട്ട് അറിയില്ലല്ലോ. അതേ സമയത്ത് പ്രണയങ്ങളിൽ ഈ ഒരു ഭാഗത്ത് മുസ്ലിം വ്യക്തി വരുമ്പോ വിവാഹത്തിനടുത്തെത്തുമ്പോ അവിടെ ഒരു പ്രതിസന്ധി ഈ മതം മാറ്റം എന്ന ആവശ്യമായി അതൊരു സോഷ്യൽ പ്രശ്നമാണല്ലോ. ഒരു പ്രശ്നമാണ്. അപ്പൊ അത് വരും. അതിന് സോഷ്യൽ പ്രശ്നമാണ്. പക്ഷെ അതിൽ മതത്തിന് പങ്കുണ്ട്. കാരണം മതം പഠിപ്പിക്കുന്നത് മനുഷ്യർ തമ്മിലുള്ള വിവാഹം എന്ന രീതിയിലല്ല, മുസ്ലിങ്ങൾ തമ്മിലുള്ള വിവാഹമായിട്ടാണ്. അപ്പൊ അത് മതത്തിൽ കറക്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. അത് നമ്മൾ പറയും വേണം, അതിനെ വിമർശിക്കും വേണം. അതേ സമയത്ത് എല്ലാ പ്രണയങ്ങളും ലവ് ജിഹാദ് ആണ് എന്ന് അപ്പൊ ഈ മുൻകരുതൽ ഇരു കൂട്ടരെ എടുത്തു കഴിഞ്ഞാല് അങ്ങനെ ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കാൻ കെൽപ്പില്ലാത്ത ആൾക്കാർ ആ പ്രണയത്തിലേക്ക് പോയി വീണ്ടും അവരുടെ മാനസികമായിട്ടുള്ള ഒരു സന്തോഷത്തിനും അല്ലെങ്കിൽ ഒരു വിഷമത്തിനും പ്രശ്നത്തിനും കാരണമാവില്ല. രണ്ടാമത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി വരാനുണ്ട് എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെക്കുറിച്ച് ഇവര് തമ്മിൽ അറ്റ്ലീസ്റ്റ് ഈ കമിതാക്കൾ തമ്മിൽ ഒരു ധാരണയിലെത്താനോ സഹായിക്കും. അതെനിക്ക് മനസ്സിലായി. അത് ശരിയാണ്. അപ്പൊ ഇതിനെ പൊളിറ്റിക്കലായിട്ട് മിസ്യൂസ് ചെയ്യുന്ന അവസ്ഥകൾ ഒഴിവാക്കാൻ ഒരു പരിധി വരെ സഹായിക്കും എന്നാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മൾ പറയുന്നത്. സൗഹൃദത്തിന്റെ കാര്യം പറഞ്ഞ ഇതിനേക്കാൾ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ വാല്യൂബിൾ ആണ്. സൗഹൃദത്തിന്റെ കേസിൽ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം ഇതേ പ്രശ്നം ഈ മുസ്ലിം സംഘപരിവാർ അല്ലെങ്കിൽ ഹിന്ദുത്വ തീവ്രവാദികൾ എന്ന ഭയം അല്ലെങ്കിൽ ഈ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കും എന്നൊരു ഭയം മുസ്ലിങ്ങൾക്കിടയിൽ വ്യാപകമായിട്ട് ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പുറത്തൊക്കെ ഭയം കാരണം മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കളോടും ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങളോടുമുള്ള ഒരു അകലം കൂടി വരുന്നുണ്ട്. ഇത് രാഷ്ട്രീയമായിട്ട് അറിയാവുന്നറിയില്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ പ്രധാനപ്പെട്ട ടൗണുകളിൽ എല്ലാം ശരിക്കും മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഔട്ട്കാസ്റ്റ് ആണ്. അത് നമ്മൾ ഫീൽ ചെയ്തിട്ടുള്ളതാണ്. അതായത് ഇപ്പൊ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് താമസിപ്പിക്കത്തില്ല. ഭയങ്കര പ്രശ്നങ്ങളാണ്. എങ്ങോട്ടാ പോകുന്നത്? ഇപ്പൊ നമ്മള് ഈ കൊച്ചിയിൽ പോലും മുസ്ലിം ആണെന്ന് അറിഞ്ഞാൽ വീട് കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്. ഇല്ല, അത് ബാംഗ്ലൂർ, കൊച്ചി എല്ലായിടത്തും പ്രശ്നമാണ്. വളരെ വലിയ പ്രശ്നമാണ്. ഇതേ പ്രശ്നം ചില മുസ്ലിം പിന്നെ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് ഒരു അമുസ്ലിമിനും വീട് കിട്ടാത്ത സാധനങ്ങളുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ ഇത് പുതിയൊരു കേരളത്തിൽ നമുക്ക് പുതിയ അനുഭവമാണ്. അത് നമ്മള് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതിലൊരു പക്ഷം പിടിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മൾ എപ്പോഴും ഉണ്ട് എന്ന് പറയുന്നതും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതും നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നതും മനുഷ്യർക്കിടയിൽ ഈ മതപരമായ സ്പർദ്ധ കുറഞ്ഞു വരുന്നു എന്നാണ്, അല്ലെങ്കിൽ കുറഞ്ഞു വരണം എന്നാണ്. പക്ഷെ ലിയാഖത്ത് ഇപ്പൊ പറഞ്ഞില്ലേ, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പോലും ഈ പറഞ്ഞ പ്രശ്നത്തെ ആക്കം കൂട്ടുന്നുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അല്ല, ഞാൻ പറയുന്നത് അതിനെ ദുരുപയോഗം ചെയ്യുന്നവരുണ്ടാവാം. അതായത് ദുരുപയോഗമല്ല, ഇത് ശരിക്കും ഒരു പേടിയാണ്. ഇപ്പം ബേസിക്കലി വാട്ട് ഐ ഫേസ് എന്നെ ഫിസിക്കലി അഫക്ട് ചെയ്യത്തില്ലായിരിക്കും. പക്ഷെ നമ്മുടെ ഒരു ആത്മാർത്ഥ സുഹൃത്ത്, ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും റാഷണൽ ആയിട്ടുള്ള സുഹൃത്തുക്കളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. വളരെ റാഷണൽ ആയിട്ടുള്ള, വളരെ വളരെ കമ്മ്യൂണൽ ഹാർമണി, അവരോട് പോലും അവരെങ്ങനെ ഈ ഒരു ഐഡിയോളജിയോട് സമരസപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു സംശയം ഉണ്ടല്ലോ. അത് വളരെ സിമ്പിൾ ആണ്. അതായത് ഇതൊന്നും ഈ ആളുകൾ, വ്യക്തികൾ പിന്നീട് ചൂസ് ചെയ്യുന്നതല്ല. ഇത് ഈ ചെറിയ പ്രായത്തിൽ കണ്ടീഷൻ ചെയ്തപ്പെട്ട് വളർന്നു വരുന്നവരാണ്. ഇപ്പൊ പല ആളുകളുടെ നിസ്കാരം അവരുടെ ശീലത്തിന്റെ ഭാഗമാണ്. പല ആൾക്കാരും ഇപ്പം വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നത്
ശീലത്തിന്റെ മാത്രമല്ല, അത് ഒരു സമൂഹത്തെ സൊസൈറ്റിയെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു ആക്ടിവിറ്റിയും കൂടിയാണ്. പല ആൾക്കാരും പള്ളിയിൽ പോകുന്നത് ഫ്രണ്ട്സിനെ കാണാനും അതിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഇരുന്ന് വർത്താനം പറയാനാണ്, കുശലം പറയാനാണ്. അപ്പൊ ഇതൊക്കെ അതിനകത്ത് ഇതുപോലുള്ള നടക്കുന്നുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ വളരെ കുറച്ച് പേരോട് ഇത് പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം നമ്മളെ പിന്നെ അവർ ഒഴിവാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, അത് ശരിയാണ്. അതായത് വിശ്വാസികള് ഇപ്പോ പരസ്പര സുഹൃത്തുക്കൾക്കിടയിൽ ഇങ്ങനെ സംസാരം ഉണ്ടാവുമ്പോ അത്തരം സംസാരങ്ങൾ അവോയ്ഡ് ചെയ്യാൻ എല്ലാവരും ആഗ്രഹിക്കും, ശ്രമിക്കും. നമ്മളൊരാളെ പുഷ് ചെയ്യുന്ന ഒരാളല്ല. അതായത് ഞാൻ ഒരിക്കൽ പറഞ്ഞു എന്ന് കരുതി പിന്നെ 10 പ്രാവശ്യം നമ്മൾ കണ്ടാലും ഞാനത് പിന്നെ പറയത്തില്ല. അത് അങ്ങനെയല്ല. ഇവരെ സംബന്ധിച്ച് ഈ പല ആൾക്കാരും പിന്നീട് സംസാരിക്കാൻ വരാത്ത എന്താ അറിയോ? ഇപ്പൊ എന്റെ അനുഭവം എന്താന്ന് വെച്ചാല്, എന്റെ സുഹൃത്തുക്കൾ പല ആൾക്കാരും ആദ്യഘട്ടങ്ങളിലൊക്കെ കുറച്ച് അകലമൊക്കെ പാലിച്ചെങ്കിലും പിന്നെ സൗഹൃദം തിരിച്ചു വന്ന പല സുഹൃത്തുക്കളും അവരോട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഇതേ രീതിയിലുള്ള എന്തെങ്കിലും, ഞാൻ പൊതുവിൽ അങ്ങനെ പറയാറില്ല. കാരണം നമ്മളെ സൗഹൃദം വേറെ, സൗഹൃദത്തിൽ മതം, നമ്മളിപ്പോ ഒരേ വിശ്വാസത്തിലിരിക്കുമ്പോൾ നമ്മൾ ഡെയിലി മതമൊന്നും അല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ മതം വിട്ടു എന്നുള്ളത് കൊണ്ട് സുഹൃത്തുക്കളോട് ഇങ്ങനെ കാണുമ്പോൾ മതം പറയേണ്ട കാര്യമൊന്നുമില്ല. വീട്ടിലും അത് അങ്ങനെ തന്നെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അന്വേഷണങ്ങളും പഠനങ്ങളും നടക്കേണ്ട കാര്യമാണെന്നാണ് എന്റെ വിചാരം. പക്ഷെ നമ്മളൊരാളെ വിക്ടിമായിട്ട് കാണുമ്പോൾ നമ്മൾ അവരെ ഒന്ന് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെ പറയാൻ ശ്രമിക്കുമ്പോ ഇവര് എന്നോട് എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, ഒന്നും ഉണ്ടായിരുന്ന പോണ പോലെ പോട്ടെ, നമുക്ക് പേടിച്ചിട്ട് പിന്മാറുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. എന്നോട് സംസാരിച്ചുള്ള ഈമാനോടി പോകും, എന്നുള്ള വിശ്വാസം പോകും എന്ന് പേടിച്ചിട്ടും ഉണ്ടായിരിക്കണവരുണ്ട് കേട്ടോ. പിന്നെ തർക്കിക്കണ്ടെന്ന് വിചാരിച്ചിട്ടുള്ളവരുണ്ടാവും. മനസ്സിലായോ? അതായത് നമ്മൾ ഓർമ്മയുള്ളപ്പോ മുതൽ എനിക്ക് വിശ്വാസം എന്താണെന്ന് അറിയാത്ത ഒരാളാണ്. അപ്പം ലിയാഖത്തിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വാസി ആയിരുന്ന സമയത്ത് ഇതൊക്കെ സത്യമാണെന്ന് തന്നെയാണോ വിചാരിച്ചത്? ഇതൊക്കെ ശരിക്കും സത്യമാണ്, ഇതിന് വേറെ ആൾട്ടർനേറ്റീവ് ഇല്ല? ഇതിനകത്ത് ആൾട്ടർനേറ്റീവ് ഇല്ലാന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ആൾക്കാരെ. പക്ഷെ ഇതിൽ ഞാൻ പറയണത്, നമ്മൾ ഇപ്പോൾ എടുത്തു പറയുന്ന പല കാര്യങ്ങളും വിശ്വാസികൾക്ക് അറിയില്ല. ഇതിന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള പ്രശ്നം എത്രത്തോളം ഭീകരമാണ് എന്നുള്ള കാര്യം ശരാശരി വിശ്വാസിയെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് അറിയില്ല. കാരണം എന്താ വെച്ചാൽ മദ്രസയിൽ ഇവർ ഈ പല ആൾക്കാരും പറഞ്ഞു പഠിപ്പിക്കുന്ന പോലെ മദ്രസയിൽ ആകെ വെറുക്കണമെന്നോ കൊല്ലണമെന്നോ പഠിപ്പിക്കുന്ന ഒരേ ഒരു വിഭാഗം മുർത്തദുകളാണ്. അല്ലാതെ കാഫറിനെ കണ്ടെത്തി വെച്ച് കൊല്ലണമെന്ന് പഠിപ്പിക്കുന്ന മദ്രസ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതുണ്ടെന്ന് പറഞ്ഞു. അതാണ്, അത് മുർത്തദിനെ കൊല്ലണമെന്ന് പക്ഷെ മദ്രസ. കാരണം അത് നേരത്തെ ലിയാഖത്ത് പറഞ്ഞ ഒരു കാര്യത്തിൽ തന്നെ ഉണ്ട്. അതായത് ഈ RSSകാര് ഇതിനെ ചില തീവ്ര മുസ്ലിങ്ങളുടെ പ്രശ്നമായിട്ട് കാണുന്നത് അവർക്ക് ഇസ്ലാം അറിഞ്ഞുകൂടാത്തോണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് ഈ RSSന്റെ ഒരു ലീഡർഷിപ്പിലുള്ള ആൾക്കാരോ അല്ലെ RSSന്റെ അവര് ടാർഗറ്റ് ചെയ്യുന്നത് ഇസ്ലാമിനെ അല്ല, അവര് മുസ്ലിങ്ങളെയാണ്. ആ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നതാണ് അപകടം എന്നാണ് നമ്മൾ പറയുന്നത്. അതാണ് നമുക്ക് RSSനോടുള്ള വിയോജിപ്പ്. ഇതില് വിക്ടിമൈസ് ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമാണ്. പക്ഷെ അതിനൊരു വലിയ ചരിത്രമുള്ള സംഭവമാണ്. അത് ചെറിയ സംഭവമല്ല. അതായത് നമ്മുടെ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ഭയങ്കര കോംപ്ലക്സ് സിറ്റുവേഷന്റെ റിസൾട്ടാണ് ഈ RSS എന്ന് പറയുന്നത്. പക്ഷെ അത് മാറിക്കൂടായൊന്നുമില്ല, 10 വർഷത്തിന് മാറണം തന്നെയാണ് നമ്മളിതൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ RSS മാത്രം പരിവർത്തനപ്പെടണം, ഇസ്ലാം അങ്ങനെ ആകെ ഇല്ലായ്മ ചെയ്യപ്പെടണം എന്നുള്ള ഐഡിയ അതും ഇല്ല എനിക്ക്. എന്നെ സംബന്ധിച്ച് എല്ലാം മാനവികമായിട്ട് പരിഷ്കരിക്കപ്പെടണം. എല്ലാ മതങ്ങളും പ്രശ്നമാണ്. പക്ഷെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാല് ഇതിൽ മാറാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടെന്നുള്ളതാണ്. അതായത് ഇറ്റ് കനോട്ട് ചേഞ്ച്. അത് നമ്മള് ആ മതത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതാണ് അത് ക്രിസ്ത്യാനിറ്റിയിലും ഉണ്ടെന്നേ. ക്രിസ്ത്യാനിറ്റിയിലുണ്ട്. പക്ഷെ അവര് പുസ്തകത്തിൽ അവിടെ കിടക്കുന്നു. ഇപ്പൊ മനുസ്മൃതി ഞാൻ വായിച്ചിട്ടുണ്ട്. മനുസ്മൃതിയിലും പറയുന്നത് ഇത് മാറ്റമില്ലാതെ തുടരേണ്ട ധർമ്മ സംഹിതയായിട്ട് തന്നെയാണ്. അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല്, അതിന്റെ വ്യത്യാസം എന്താന്ന് വെച്ചാൽ, ഈ മനുസ്മൃതി ദൈവം പറഞ്ഞല്ല, മനു പറയുന്നതാണ്. മനു ഒരു രാജാവ് മാത്രമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ജാതി വ്യവസ്ഥയിൽ വളരെ പ്രധാനമായിട്ടുള്ള ഫിഖ്ഹി ഗ്രന്ഥമായിട്ട് ഉപയോഗിച്ചതാണ് മനുസ്മൃതി. ആണ്. അത് അവർക്ക് സൗകര്യമായിരുന്നു. തൃശ്ശൂര് രാമകൃഷ്ണ മിഷനിലെ അവരുടെ മഠത്തിൽ ഇപ്പോഴും ആ പുസ്തകം വാങ്ങാൻ കിട്ടും മലയാളത്തില്. അതെ, അത് അവർക്ക് സൗകര്യമാണ്. അതായത് ഈ അധികാരം ഉണ്ടാക്കാൻ സൗകര്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ഉപയോഗിക്കും. അതിലൊന്നായിരുന്നു മനുസ്മൃതി. അത് നമ്മൾ നേരത്തെ പറഞ്ഞ RSSന്റെ ഉത്ഭവമായിട്ട് ബന്ധപ്പെട്ട അത്രയും പോലും അല്ല ചരിത്രം. അത് നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള. RSSല് ഉള്ള അപകടം എന്താന്ന് വെച്ചാല്, RSSല് ഈ പറയുന്ന ഇസ്ലാം എന്ന് പറയുന്ന മുസ്ലിങ്ങൾ എന്നുള്ള പദപ്രയോഗമാണുള്ളത്. മുസ്ലിങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ മുസ്ലിങ്ങള്, ക്രിസ്ത്യാനികള്, അതേപോലെ കമ്മ്യൂണിസ്റ്റുകാര് അവർ ആഭ്യന്തര ശത്രുക്കളായിട്ട് പരിഗണിക്കുന്ന ഐഡിയോളജിയുടെ അപകടം അത് ഇസ്ലാം വിമർശനം പോലെ ലളിതമല്ല. അല്ല തീർച്ചയായിട്ടും അല്ല. ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ അത് വളരെ ഡിഫറെന്റ് ആണ്.
അപ്പൊ അത് ഭയങ്കര പ്രശ്നമുണ്ട്. അപ്പൊ അതില് നമുക്ക് വെച്ചാൽ ഇതിലൊക്കെ എന്നെ സംബന്ധിച്ച് നമുക്ക് പൊളിറ്റിക്കൽ ആയിട്ടുള്ള നിലപാടുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അതിൽ ചിലപ്പോ നമുക്ക് പിന്നെ എന്താ പറയാ, നമ്മളുടെ നിലപാടിനോട് യോജിക്കാത്തവരുണ്ടാവാം. ചിലപ്പോ നമുക്ക് പിന്നീട് തിരുത്തേണ്ട ആവശ്യം വരുന്ന സാധനങ്ങൾ ഉണ്ടാവാം. അതൊക്കെ ആ സമയത്ത് പരിഗണിക്കാന്നല്ലാതെ ഇപ്പം സംഘപരിവാറിന്റെ ഐഡിയോളജി അവര് പിന്നെ ഇതൊക്കെ പറയുമ്പോഴും എന്താ പറയാ, ഇതൊക്കെ അവര് തള്ളിക്കളഞ്ഞു എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോഴും അവരുടെ പ്രവർത്തനങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന അതാണ്. ശരിയാണെങ്കിൽ അവര് തിരിച്ചു പറഞ്ഞില്ലേ വീണ്ടും? തിരിച്ചു പറഞ്ഞില്ലേ? അപ്പൊ ആ തിരിച്ചുപോക്കും ആ എക്സ്ട്രീമിസത്തിലേക്കുള്ള പോക്കും പിന്നെ അതിനകത്തൊരു കാര്യമുണ്ട്. അതായത് റീസെന്റ് ലിയാഖത്ത് ശ്രദ്ധിച്ചെന്ന് അറിയത്തില്ല, US-ലെ ഒരു ട്രംപിന്റെ ഒരു അഡ്വൈസർ ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ ബ്രാഹ്മണരാണ് ഈ ട്രേഡിൽ കാശുണ്ടാക്കുന്നത് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഒരു അയാളുടെ പേര് ഞാൻ മറന്നു, ട്രംപിന്റെ അഡ്വൈസറാണ്, ഡയറക്റ്റ് അഡ്വൈസർ. അതായത് ഇന്നലെ ഒന്നൊക്കെ ഉള്ള വാർത്തയാണ്. സോ ബേസിക്കലി അത് നമ്മൾ പല കാര്യങ്ങളായിട്ടും തട്ടിച്ചു നോക്കിയാൽ അത് കോൺഗ്രസ് എൻഡോഴ്സ് ചെയ്യുകയും ചെയ്തു. ബേസിക്കലി ഇന്ത്യയിലെ ഒരു റെജീമിന് ത്രെട്ട് എവിടുന്നും ആകാം. അപ്പൊ നമ്മൾ ഇവര് ഡിഫെൻഡ് ചെയ്യാൻ നോക്കുന്നതാണ് അത്. മനസ്സിലായോ? അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇതൊക്കെ ഏത് രീതിയിലും ഇതിനൊക്കെ ഓരോ ആളുകൾക്ക് തോന്നുന്ന പോലെ ഓരോ സ്റ്റേറ്റ്മെന്റിനും വ്യാഖ്യാനിക്കാനും പറ്റും, ആളുകൾക്ക് സ്റ്റേറ്റ്മെന്റ് ഇറക്കാനും പറ്റും. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു കോംപ്ലക്സ് സിറ്റുവേഷൻ ആണ് പൊളിറ്റിക്കൽ. ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെയുള്ള ഏറ്റവും നല്ല പരിഹാരം എന്ന് പറഞ്ഞാൽ ഡെമോക്രസിയാണ്. ബേസിക്കലി ഡെമോക്രസിക്ക് മാത്രം സോൾവ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതായത് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ഈ രാഷ്ട്രീയ പാർട്ടികളെയും സംഘപരിവാറിനെയും ഇസ്ലാമിനെയും ഒക്കെ നമ്മൾ പറയുമ്പോൾ പോലും ഇതിലെ പ്രശ്നം പിന്നെ ഓരോ മനുഷ്യനും അവന്റെ ഒരു രാഷ്ട്രീയ ബോധത്തിലുള്ള പ്രശ്നം കൂടി ഇതിനകത്തുണ്ട്. നമ്മൾ ഓരോരുത്തരും ഇതിൽ ഉത്തരവാദികളാണ്. അതായത് രാഷ്ട്രീയ പാർട്ടികൾക്ക് മതം യഥേഷ്ടം പറഞ്ഞ് രാഷ്ട്രീയം കളിക്കാനുള്ള ഒരു അനുവാദം നമ്മൾ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും രാഷ്ട്രീയ പാർട്ടികളെ മതങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ നമുക്ക് എന്ന് കഴിയുന്നോ അന്ന് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. അതിന് വളർത്തേണ്ടത് നിങ്ങൾ പറഞ്ഞ മാതിരി ജനാധിപത്യ സംസ്കാരമാണ്, ഒരു ഡെമോക്രാറ്റിക് കൾച്ചറാണ്. അതായത് ഡെമോക്രസി എന്ന് പറയുന്നത് നമ്മളിപ്പം ഡെമോക്രസിയിലൂടെ പവറാണ്. ബേസിക്കലി നമ്മൾ എലിമിനേറ്റ് ചെയ്യേണ്ടതും പവറാണ്. അതായത് പവർ സെന്റർ എലിമിനേറ്റ് ചെയ്താൽ മാത്രമേ ഡെമോക്രസി അർത്ഥവത്താവുകയുള്ളൂ. അതിന് പകരം ഇങ്ങനെ ചെറിയ ചെറിയ ക്ലസ്റ്ററുകളായിട്ട് മതങ്ങളും ജാതികളും ഉപജാതികളും മതസംഘടനകളും ടൂളായിട്ട് ഉപയോഗിച്ച് അത് രാഷ്ട്രീയത്തിന് ഇങ്ങനെ ഒരു പവർ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നിടത്ത് ഈ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കപ്പെടില്ല. ഇതൊക്കെ തന്നെയാണ് നമ്മളും ഇതിലെ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പൊ എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഇല്ലാത്ത ഒരാളായിരുന്നു ഞാനെങ്കിൽ, ഒരു മതവിമർശകനായിരുന്നെങ്കിൽ എനിക്ക് ഇതിനകത്തുനിന്ന് ഇന്റേണൽ ആയിട്ടുള്ള ഒരു വിമർശനം ഉണ്ടാവില്ല. കാരണം ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ മതവിമർശനം നടക്കുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളെ കേട്ടതിന് ശേഷം ഞാൻ ഒരുപാട് പേരെ കേൾക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളെക്കാൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന 1-2 പേരുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ വളരെ വിശദമായിട്ടും. ഞാൻ എന്താ പേര് മറന്നു, ഒരു കൊച്ചിയിലെങ്ങാണ്ടുള്ള ആന്ന് തോന്നുന്നു. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടാ പുള്ളി പറയുന്നത്. ചില കാര്യങ്ങൾ ഞാനിപ്പോ ചെയ്യുന്നത്, ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ചെയ്യുന്നത് റിയാക്ഷൻസ് ആണ്. അതായത് ഓരോ പണ്ഡിതന്മാർ ഓരോ കോണ്ടെക്സ്റ്റിൽ പറയുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചുള്ള നിങ്ങൾ കൂടുതൽ രാഷ്ട്രീയ പ്രവർത്തനമാണ് ചെയ്യുന്നത്. റിയാക്ഷൻ വീഡിയോകളാണ്. അവരുടെ സ്റ്റേറ്റ്മെന്റിനോടുള്ള വിമർശനവും അതിന്റെ അപകടമാണ് നമ്മൾ കൂടുതൽ പറയുന്നത്. ഞാൻ തിയോളജിക്കലായിട്ടല്ല ഞാൻ ഇതിനെ അഡ്രസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിന്റെ കാര്യം. ഇതൊക്കെ ഉണ്ടാണ് ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത് പുതിയ തലമുറയാണ്. അവര് ഡെഫിനറ്റ്ലി അവർക്ക് ഇതിനോട് തൂങ്ങി നിൽക്കാൻ പറ്റത്തില്ല. അതാണ് നമുക്ക് ആവശ്യം. പുതിയ തലമുറയിൽ ഈ മതബോധത്തിനപ്പുറത്തേക്ക് മനുഷ്യര് ജനാധിപത്യത്തെ കുറിച്ചും മാനവികതയെ കുറിച്ചൊക്കെ ആലോചിക്കുക, നമ്മളെ ഭരണഘടനയെ കുറിച്ച് ചിന്തിക്കും, ഈ രാജ്യം എങ്ങനെ നിലനിൽക്കണം എന്നതിനെ കുറിച്ച് അവർക്കൊരു വിഷൻ ഉണ്ടാവും ചെയ്യുക. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യാം. അതിന് തടസ്സമായി നിൽക്കുന്നു എന്ന ഒരു സാധനം ആയതുകൊണ്ട് നമ്മൾ മതത്തെ വിമർശിക്കുന്നു. മതത്തിന് അതിന്റെ സാമൂഹികമായിട്ടുള്ള ഇംപ്ലിക്കേഷനിലെ അപകടങ്ങൾ നമ്മൾ തുറന്നു പറയുന്നു. എനിക്കിപ്പോ ഒരു മതം ഉണ്ടെങ്കിലും, മതം എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്റെ ഒരു അഭിപ്രായമാണ്, എനിക്കൊരു മതം ഉണ്ടെങ്കിലും ഡെമോക്രാറ്റിക്കലി, എന്താണ് ഡെമോക്രസി എന്ന് പറയുന്നത്? നമ്മൾ 10 പേര് ഒരുമിച്ച് നിൽക്കുന്നിടത്ത് എനിക്ക് വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഉണ്ടെങ്കിലും ഞാൻ 9 പേരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ഈ കൂടെ നിൽക്കാനുള്ള തീരുമാനമാണ് പ്രധാനം, അല്ലെ? അതിപ്പം നമ്മളിപ്പം 150 കോടി ആകുമ്പോഴുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അതെങ്ങനെ വർക്കൗട്ട് ചെയ്യണം എന്നുള്ള പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഈ ചെറിയ രാജ്യങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മതവിമുക്തമായിട്ടുണ്ട്, കൂടുതൽ ഡെമോക്രാറ്റിക് ആയിട്ടുണ്ട്. അവർക്ക് കുറച്ചുകൂടി ഈസിയാണ് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ. നമ്മുടെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഇപ്പൊ നമുക്ക് കേരളത്തിന് മാത്രമായിട്ട് ഓരോ ആളുകൾ വ്യക്തികളും ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്ത് പോവാന്നുള്ളത് തന്നെയാണ് അതിൽ കാര്യം. അതെ. പക്ഷെ അത് ഒരു മാസ് മൂവ്മെന്റിന്റെ തന്നെ ആവശ്യമുണ്ട് കേട്ടോ. മാസ് മൂവ്മെന്റിൽ പ്രശ്നം ഇതാണ്, അതിനൊരു പാകത വരുന്ന ഒരു ഘട്ടം വരെ ചെറിയ ചെറിയ ക്ലസ്റ്ററുകൾ പ്രവർത്തിക്കുന്നതാണ് നല്ലത്. അതെ.
ഇതിനകത്തെല്ലാം എഡ്യൂക്കേഷൻ ആണ് പ്രധാനം. എന്റെ ലക്ഷ്യവും എന്റെ ഒരു എയിമും എന്റെ ഒരു പദ്ധതിയും ഒക്കെ ആ രീതിയിലാണ്. മതവിമർശനം എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ സോഷ്യൽ വർക്കിന്റെ ഒരു 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 ഏരിയ മാത്രമാണ്. വേറെയും കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതാണ് എന്റെ കാഴ്ചപ്പാട്. അപ്പൊ ശരി, നല്ല സംസാരിച്ചത് നന്നായി. ഞാൻ എന്നാലും എന്റെ ചോദ്യത്തിന് പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. അത് നമ്മൾ തന്നെ പ്രോസസ് ചെയ്യേണ്ടതാണ്. അത് നമുക്കിപ്പോ ഒരു പേടി തോന്നുന്ന ഒരു കാര്യം ഇപ്പൊ ഗ്രന്ഥത്തിലുണ്ട്. അപ്പൊ പേടിയല്ല കേട്ടോ, പേടിയല്ല. എനിക്ക് എങ്ങനെയാ, ഞാൻ വിചാരിക്കുന്നത് ഇതെങ്ങനെ ഇൻഡോഴ്സ് ചെയ്യാൻ പറ്റും എന്നുള്ള. അത് ഇവർക്ക് ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് അറിയില്ല. അതാണ് സംഭവം. അങ്ങനെ വരത്തില്ല. അങ്ങനെയുള്ള ആളല്ല അതായത് അങ്ങനെയുള്ള ആളുകളല്ല, അങ്ങനെയുള്ള ആളുകളാണ് കൂടുതൽ. അല്ലാത്ത ആളുകൾ എന്ന് പറയുന്നത് ഇതിനെ പ്രത്യേകമായി പഠിച്ച് പ്രത്യേകമായിട്ട് പരിശീലിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ കുറച്ച് പേടിയോടെ കാണുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്നാണ് എന്റെ അഭിപ്രായം. അതല്ല ഞാൻ പറയുന്നത്. ഞാനിപ്പോ പറയുവാണ്, പൊളിറ്റിക്സിൽ നിന്ന് പവർ റിമൂവ് ചെയ്യണമെന്ന് ഞാൻ പറയുമ്പോ അതിന്റെ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നവർ കുറവാണ്. ഞാൻ അങ്ങനെ അതിന്റെ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നവരെ കുറിച്ചായി പറയുന്നത്, മനസ്സിലായോ? അങ്ങനെ അത്തരം ആളുകളെ കുറിച്ച് അങ്ങനെ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഈ മതവിമർശനം കൊണ്ടുണ്ടാവുന്ന പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാവും. അത് എല്ലാത്തിനും ഉണ്ടല്ലോ. ഇപ്പൊ രാഷ്ട്രീയ പ്രവർത്തനത്തിനും ഇല്ലേ. ഞാൻ പറഞ്ഞത് നമ്മൾ അതിനെ പ്രോസസ് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് തോന്നുന്ന ഓരോ ബോധ്യങ്ങളിലും നമ്മളുടെ ഒരു എങ്ങനെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ക്ലോസ് ടു അവർ ഹാർട്ട് ആണല്ലോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. അല്ല, അവിടെയും നമ്മളിപ്പോ ഒരു കാര്യം, ഇപ്പൊ ഒരു ഫ്രണ്ട്സിനെ കുറിച്ച് നമുക്ക് ഒരു സംശയം ഉണ്ടാവുന്നു, ഇവരെന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അതാണ് ചോദ്യം. ഇവരെന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അതിന് രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന്, ചെറിയ പ്രായം തൊട്ട് ഇതും ഈ പറഞ്ഞ മാതിരി വിശ്വാസികൾ എന്ന് പറയുന്നത് ഒരൊറ്റ കള്ളിയിൽ കയറ്റി വെക്കാവുന്ന ആൾക്കാരല്ല. ഇസ്ലാമിനകത്ത് ഇതേ സ്പെക്ട്രം ഉണ്ട്. അപ്പൊ അതിനകത്ത് ഇതിന്റെ കോറിൽ നിൽക്കുന്നവര്, ഇതിന്റെ കോറിലേക്ക് വീണ് മരിക്കാൻ ആഗ്രഹിക്കുന്നവരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്കും അവരുടെ ചുറ്റുമുള്ള ആളുകൾക്കും അപകടകാരികളായിരിക്കും, സംശയമൊന്നുമില്ല. അതേ സമയത്ത് എല്ലാ മനുഷ്യരും അങ്ങനെയാണ് എന്ന് പറയുന്നത് നമുക്ക് പിന്നെ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു പേര് കേൾക്കുമ്പോഴത്തേക്ക് പേടി തോന്നുന്ന അവസ്ഥ അതാണ് ശരിക്കും സംഭവിക്കുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ 50 കൊല്ലം സംഭവിക്കാത്തത് ഇപ്പൊ സംഭവിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. അത് ആ ഭയം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഞങ്ങളൊക്കെ ചെറിയ പ്രായത്തില് ഞങ്ങൾ അവിടുന്ന് പഞ്ചാമൃതം കയ്യിൽ വാങ്ങിയിരുന്ന ഒരു അമ്പലമുണ്ട് ഞങ്ങളുടെ നാട്ടില്. സ്കൂളിൽ കുട്ടികൾക്കൊക്കെ അത് കൊണ്ടുത്തരുമായിരുന്നു. പിന്നെ അവിടുത്തെ ചില മതത്തിന്റെ ആൾക്കാർ തന്നെ ഇടപെട്ടിട്ട് ഈ പഞ്ചാമൃതം ഒരു ഹൈന്ദവ പൂജിച്ച ഭക്ഷണം മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന പ്രശ്നം ഉണ്ടാക്കി. പക്ഷെ എന്നിട്ട് ഞങ്ങളെ കൗമാരപ്രായത്തില് ആ അമ്പലത്തിന്റെ പുറകില് പാറക്കെട്ടില് ഞങ്ങൾ പോയി വർത്താനം പറഞ്ഞിരിക്കുകയും അവിടെ കളിക്കുകയും അവിടെ ഉത്സവങ്ങൾ ഉണ്ടാവുമ്പോ അതിന്റെ ആ ശ്രീകോവിലിനകത്തോട്ട് മീൻസ് ആ ഒരു അവരുടെ ആ പൂജ അല്ലെങ്കിൽ തൊഴാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു ലൈനിനപ്പുറം വരെയുള്ള എല്ലാ സ്ഥലത്തും ഞങ്ങൾ പോകും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ മുസ്ലിങ്ങൾക്ക് ഇപ്പൊ അമ്പലം കാണുമ്പോൾ പേടിയുള്ള അവസ്ഥ മുസ്ലിങ്ങൾക്കും ഉണ്ട്. അല്ല, അത് ശരിയാ. എനിക്ക് എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാനിത് ഇവരെല്ലാരും വിക്ടിമായിട്ട് കാണുന്നവരാണ്, ആളാണ്. ഈ പരസ്പര ഭയം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അത് ഇല്ലായ്മ ചെയ്യാന് ഈ മനുഷ്യന്മാരെ തമ്മിൽ ഐക്യപ്പെടുത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ മതം എങ്ങനെയാണ് അപകടകരമായ രീതിയിൽ ഇടപെടുന്നത്, അതിനുവേണ്ടി ശ്രമിക്കുന്ന ഈ സ്പർദ്ധയും ഈ സംശയവും ഈ പേടിയും വളർത്താൻ ശ്രമിക്കുന്ന ശക്തികളെയാണ് നമ്മൾ ചെറുത്ത് തോൽപ്പിക്കേണ്ടത്. ഒന്നാമതായിട്ട് പേടി വളർത്തുക എന്ന് പറഞ്ഞാൽ മുസ്ലിം പേടി വളർത്തുന്ന ഹിന്ദുത്വവാദികളെയും ഹിന്ദുക്കളെ അല്ലെങ്കിൽ പേടിക്കേണ്ട സാഹചര്യത്തിൽ മുസ്ലിങ്ങൾ അരക്ഷിതരാണ് എന്ന് പറഞ്ഞു വരുത്തുന്ന ഇസ്ലാമിസ്റ്റുകളെയും നമ്മൾ ചെറുത്ത് തോൽപ്പിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള പരിഹാരം. അത് രണ്ടാമത് പറഞ്ഞത് ഒരു പൊളിറ്റിക്കൽ ഇതാണ്. അതായത് ഇസ്ലാമിസ്റ്റുകളുടെ പേടി, മുസ്ലിംസിന്റെ പേടി എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലി നമ്മൾ സൈഡ് ലൈൻ ആയി പോകുന്നുള്ളതാണ്. അത് സത്യമാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. നോർത്ത് ഇന്ത്യയിലെ എല്ലാ ടൗണുകളിലും ആ ഭയം തന്നെയാണ് അവരും ഹിന്ദുത്വവാദികളുടെയും പേടിയായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്നത്. കാരണം ഇസ്ലാമിക രാജ്യമാക്കിയിട്ട് മാറ്റും. ആ ഭയത്തു നിന്നാണ് അത് ഉണ്ടായത്. ശരിയാണ്. പക്ഷെ ഇത് നമുക്ക് മറ്റേതിന് ഈ പറഞ്ഞ മുസ്ലിംസിന്റെ സിറ്റുവേഷന് നോർത്ത് ഇന്ത്യയിലെ എല്ലാ ടൗണുകളും ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ്. ഞാൻ പറയുന്ന ഒരെണ്ണം മാറ്റി നിർത്തിയല്ല. നമ്മൾ കേരളത്തിനെ വെച്ചിട്ട് ഇന്ത്യയെ മൊത്തത്തിൽ വിലയിരുത്തുന്നതും അപകടമാണ്. ഈ കേരളത്തിലെ അവസ്ഥയല്ല പുറത്ത്. ദൂരെ ഒന്നും പോകണ്ടെന്ന്, തമിഴ്നാട്ടിൽ പോയാൽ മതി. തമിഴ്നാട്ടിൽ പിന്നെ താരതമ്യേന കുറവാണ്. പക്ഷെ കർണാടകയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആണ്, പ്രശ്നമാണ്. ബോംബെയും ഡൽഹിയൊക്കെ പോയാൽ നമുക്ക് ശരിക്കും അറിയാം. ഈ കോസ്മോപൊളിറ്റൻ സിറ്റികൾക്ക് പുറത്ത് വന്നാൽ എല്ലാ ചെറിയ ടൗണിലും ഇത് ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള പ്രശ്നം ആണ്. അവരുടെ ജീവിത സാഹചര്യം, അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, അവർ താമസിക്കുന്ന വീടുകള്, അവരുടെ റോഡുകൾ, സ്കൂളുകൾ എല്ലാം ഞാൻ പോയിട്ടുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ട്. അതൊന്നും മനസ്സിലാക്കാതെയാണ്. അതേ സമയത്ത് നല്ല സിറ്റികളില്
നല്ല അടിപൊളിയായിട്ട് ഇസ്ലാമിനെതിരെയുള്ള ഒരു പ്രശ്നം ബാധിക്കാത്ത നല്ല സുഭിക്ഷമായിട്ട് സുരക്ഷിതമായിട്ട് ജീവിക്കുന്ന മുസ്ലിങ്ങളും ഉണ്ട്. അതുണ്ട്. അധികാര കേന്ദ്രങ്ങളുടെ ഇടനാഴികളിൽ പ്രശ്നമില്ല. ഉലാത്തുന്നവരുണ്ട്. അതെ. കോസ്മോപൊളിറ്റൻ സിറ്റീസിൽ ആ പ്രശ്നം കുറവാണ്. ഇല്ല. കേരളം പോലെ തന്നെയാണ്. ഇപ്പൊ നമ്മൾ ബോംബെ പോയാൽ അത് കേരളം പോലെ തന്നെയാണ്. അതെ, അതെ. ചിലപ്പോ നമുക്കൊരു ഒരു ഏരിയ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതിപ്പോ എല്ലായിടത്തും ഈ എല്ലാ പൊളിറ്റിക്സിന്റെയും എല്ലാ മത തീവ്രവാദത്തിന്റെയും ഇരകൾ എപ്പോഴും പലപ്പോഴും ദരിദ്രരാണ്. അതെ, അതെ, തീർച്ചയായിട്ടും അതെ. കാരണം അവരെയാണ് പെട്ടെന്ന് ചൂഷണം ചെയ്യാനും പെട്ടെന്ന് പ്രകോപിപ്പിക്കാനും പറ്റുന്നത്. നിങ്ങളൊക്കെ തുറന്നു കാണിക്കുന്ന ഒരു സംഭവം എടുത്താൽ പോലും ഇതിനകത്തെല്ലാം ഇത് മനഃപൂർവ്വം അജണ്ട വെച്ച് ഇതെല്ലാം വെറും പൊട്ടത്തരാണെന്നും ഇത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ധനലാഭത്തിന് വേണ്ടി ചെയ്യുന്നവരാണ് ഇതിൽ കൂടുതൽ. അതിപ്പോ ക്ലർജി മൊത്തം അങ്ങനെയാണ്. ഇപ്പം മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും. കാരണം ഇതൊന്നും ശരിയല്ലെന്ന് അവർക്ക് തന്നെ അറിയാമല്ലോ. അറിയാം. അതുകൊണ്ട് അവരുടെ മക്കളൊക്കെ സേഫ് ആയിരിക്കും, അവരുടെ കുടുംബങ്ങൾ സേഫ് ആയിരിക്കും, അവരുടെ ബിസിനസ് സേഫ് ആയിരിക്കും. അവരെല്ലാവരും ബിസിനസ് ചെയ്യില്ല. അത് നോക്കിയാൽ മതി. അവരെല്ലാവരും ബിസിനസ് ചെയ്യും. അത് നോക്കിയാൽ മതി. എന്നാൽ വേറുള്ളവർ ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഇല്ല. അപ്പൊ അതിനിങ്ങനെ ഇത് വെറുപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യാം. അതെ, അതെ. ആയിക്കോട്ടെ, എന്തായാലും സന്തോഷം വിളിച്ചത്. ശരി.